നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെയും കാപ്പിയുടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതൊരു നല്ല മധുരമുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രെഡൊക്കെ ഇരിപ്പുണ്ടെങ്കിലുള്ള പെട്ടെന്ന് നമുക്ക് വിതിൻ 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിലോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ബാറ്റർ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച്, അത് എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മാവ് എടുക്കുക. അപ്പോൾ അതിലേക്ക് ഒരു ലേശം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ പിന്നെ ഇതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അപ്പം ഉപ്പും പഞ്ചസാരയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പം കുറച്ച് മധുരമുള്ളതാണ് ഒരു ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മുടെ ഏത്തക്കയപ്പം അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നമ്മുടെ ബാറ്റർ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇതിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ജസ്റ്റ് ഒരു ടോസ്റ്റ് എടുക്കാം, എന്നാലും പ്രശ്നമില്ല. ഞാനിപ്പം എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ട. അതുപോലെ തീ എപ്പോഴും നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാര്യം ഇതിന് വലിയ കുക്കിംഗ് ടൈം ഒന്നും വരുന്നില്ല, ഒരു 1-2 മിനിറ്റ് അതിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തീ എപ്പോഴും കൂട്ടി തന്നെ വെക്കുക, ഒരുപാട് കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ച് തന്നെ നിങ്ങളത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഒരു ബ്രെഡ് 4 പീസാക്കി കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ആയിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഫുൾ ബ്രെഡായിട്ട് തന്നെ ആയാലും കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പം അത് ബ്രെഡാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അപ്പോൾ അത്രയും നല്ല അടിപൊളി, അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.